ശരിയല്ല, അങ്ങേ കാണിക്കുന്നത് ശരിയല്ലാത്ത രീതി. അങ്ങനെയാണ് ഞാൻ ചെയറിനെ റെസ്പെക്ട് ചെയ്യാത്തത്. ഇത് 2 മിനിറ്റ് തരാൻ പറ്റില്ല. വിജയൻ സംസാരിക്കും. നോ നോ. LDFന്റെ MLA ആണ് KT ജലീൽ. നേരത്തെ മന്ത്രിയായിരുന്നു. ഭരണകക്ഷി MLA ആയ KT ജലീൽ സ്പീക്കർക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു. സാധാരണഗതിയിൽ പ്രതിപക്ഷ MLA മാർ സ്പീക്കർക്കെതിരെ തിരിയാറുണ്ട്. സഭയിൽ അത് ചോദ്യം ചെയ്യാറുണ്ട്, ചിലപ്പോൾ പുറത്തും അത് പറയാറുണ്ട്. പക്ഷെ ഇവിടെ സ്പീക്കർക്കെതിരെ പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് CPMന്റെ സഹയാത്രികനായ, പാർട്ടി അംഗമാണോ എന്ന് നമുക്കറിയില്ല, മന്ത്രിയായിരുന്ന KT ജലീലാണ്. പിണറായി വിജയൻ CPMന്റെ സംസ്ഥാനതല പദയാത്ര നടത്തുന്ന സമയത്ത് പിണറായി വിജയനോടൊപ്പം നിന്ന് നയിച്ച ചുരുക്കം ചില നേതാക്കളിൽ ഒരാളാണ് KT ജലീൽ. നേരത്തെ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇസ്ലാമിക മതമൗലികവാദികളുടെ കൂടെയായിരുന്നു അദ്ദേഹം. പിന്നീട് അതൊക്കെ വിട്ട് അദ്ദേഹം മുസ്ലിം ലീഗായി. മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടിയുമായി ഏറ്റുമുട്ടിയ ശേഷമാണ് അദ്ദേഹം CPMലേക്ക് വരുന്നത്, അല്ലെങ്കിൽ CPMന്റെ സ്വതന്ത്രനായി CPMന്റെ പിന്തുണയോടുകൂടി ജയിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് സഭയിൽ സ്പീക്കർ AN ഷംസീർ അദ്ദേഹത്തെ ശാസിച്ചതാണ്. അതിന് അദ്ദേഹം പറയുന്ന മറുപടി, ഒരാൾ പ്രസംഗിക്കുന്ന സമയത്ത് പ്രസംഗം കുറച്ച് നീണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ക്രിമിനൽ കുറ്റമായി കണക്കാക്കുന്ന ആളുകളോട് സഹതപിക്കാനേ കഴിയൂ എന്നാണ് KT ജലീൽ പറയുന്നത്. സ്വകാര്യ സർവകലാശാല ബില്ലിന്റെ ചർച്ചയിലാണ് ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് KT ജലീൽ സംസാരിച്ചത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചത്. ആ സംസാരം നീണ്ടുപോയി. ആ നീണ്ടുപോയ സമയത്ത് സ്പീക്കർ നിർത്താൻ പറഞ്ഞിട്ടും KT ജലീൽ നിർത്തിയില്ല എന്നുള്ളതാണ് സ്പീക്കറുടെ ആക്ഷേപം. അപ്പോൾ സ്പീക്കർ AN ഷംസീർ പറയുന്നത് KT ജലീൽ അങ്ങനെ ബഹുമാനിച്ചില്ല, അല്ലെങ്കിൽ ചെയറിനെ ബഹുമാനിച്ചില്ല. ഷംസീർ പറയുന്നത് KT ജലീലിന് അങ്ങനെ പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല സഭയിൽ. പക്ഷേ ഇതിന് KT ജലീൽ മറുപടി പറയുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. തിങ്കളാഴ്ചയാണ് സഭയിൽ ഈ ഒരു വിവാദം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ചർച്ചയുണ്ടാവുന്നത്, തർക്കമുണ്ടാവുന്നത്. പക്ഷേ സഭയിൽ നിന്ന് പുറത്തു വന്ന് ഇന്നാണ് KT ജലീൽ തന്റെ ഫേസ്ബുക്കിൽ കുറിപ്പിടുന്നത്. ചെയർ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തു. നോ നോ നോ, ഇവിടെ ഡിസന്റ് നോട്ട് തന്നവരോട് കാണിച്ചു, അവർ സഹകരിച്ചു. അതൊരു ധിക്കാരാണ്, അംഗീകരിക്കാൻ പറ്റില്ല. യെസ് സംസാരിക്കുക. അല്ല, ബില്ലിലെ കാര്യം ഒരുപാട് തവണ പറഞ്ഞല്ലോ. യെസ് അങ്ങ് ശരിയല്ല, അങ്ങേ കാണിക്കുന്നത് ശരിയല്ലാത്ത രീതി. അങ്ങനെയാണ് ഞാൻ ചെയറിനെ റെസ്പെക്ട് ചെയ്യാത്തത്. ഇത് 2 മിനിറ്റ് തരാൻ പറ്റില്ല. വിജയൻ സംസാരിക്കും. നോ നോ, ഒരുപാട് തവണ അങ്ങോട്ട് സംസാരിച്ചു, ഒരുപാട് തവണ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു. ചെയറിനോട് കാണിക്കേണ്ട ഒരു ജെന്റിൽനെസ് ഉണ്ട്, അങ്ങ് കാണിച്ചിട്ടില്ല. യെസ് അങ്ങ് സംസാരിച്ചോ. KT ജലീലിന് പ്രത്യേക പ്രിവിലേജ് ഒന്നുമില്ല സഭക്കകത്ത്. അത് എല്ലാ അംഗങ്ങളോടും റിക്വസ്റ്റ് ചെയ്തു, അംഗീകരിച്ചിട്ടില്ല. അത് ശരിയായ രീതിയല്ല. യെസ്, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, അതിര് കടന്ന ഭാഷയാണ് KT ജലീൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അതിര് കടന്ന രീതിയിലാണ് KT ജലീലിനോട് AN ഷംസീർ മുഷിഞ്ഞ് സംസാരിച്ചത്. ആരാണ് കുറ്റക്കാരൻ? 2 ദിവസം കഴിഞ്ഞ് KT ജലീൽ പ്രതികരിക്കുന്നതിന്റെ പിറകിൽ എന്താണ് കാര്യം? രണ്ടുപേരും CPM-കാരാണ്. ഒരു CPM-കാരനായ സ്പീക്കറെ CPM-കാരനായ മുൻമന്ത്രി അല്ലെങ്കിൽ CPM-കാരനായ MLA പരസ്യമായി ആക്ഷേപിക്കാമോ? അതും വളരെ കളിയാക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അതായത് KT ജലീൽ മുസ്ലിം ലീഗിന്റെ കോട്ടയിൽ 4 തവണ തുടർച്ചയായി ജയിച്ചു വന്ന ആളാണ്. പക്ഷേ മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ, CPMന്റെ കോട്ടയിൽ CPMന്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മാത്രം ജയിച്ച AN ഷംസീറിന് മുസ്ലിം ലീഗിന്റെ കോട്ടയിൽ മുസ്ലിം മതമൗലികവാദികളുടെ ഇടയിൽ നിന്ന് ജയിച്ചു വരാനുള്ള എൻ്റെ ആ പ്രയത്നത്തെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് KT ജലീലിന്റെ മറുപടി. പക്ഷെ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം, ആരാണ് KT ജലീലിന് പിറകിൽ? ഒന്നുകിൽ പിണറായി വിജയന്റെ ഗ്രീൻ സിഗ്നലോട് കൂടിയാണ് KT ജലീൽ സംസാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ KT ജലീൽ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. പിണറായിയുടെ കൂടെ ജാഥ നടത്തിയ ആളാണ് അദ്ദേഹം. പിണറായി അദ്ദേഹത്തെ മന്ത്രിയാക്കിയിരുന്നു. CPMന്റെ ഉന്നത ശ്രേണിയുമായിട്ട് വളരെ നല്ല ബന്ധമുള്ള ആളാണ് KT ജലീൽ. മുസ്ലിം മതത്തിലെ മൗലികവാദികളായാലും അല്ലാത്ത ആളുകളായാലും നല്ലൊരു വിഭാഗത്തെ CPMനോട് അടുപ്പിക്കുന്നതിൽ കാര്യമായ പങ്കുവച്ച ആളാണ് KT ജലീൽ. നേരത്തെ അദ്ദേഹം കാന്തപുരം സുന്നിയെ CPMായിട്ട് അടുപ്പിക്കുന്നതിൽ കാര്യമായി യത്നിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം EK സുന്നിയിൽ തന്നെ കടന്നു കയറി നല്ലൊരു വിഭാഗത്തെ, EK സുന്നിയുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചില ഭാരവാഹികൾ വരെ CPMുമായിട്ട് അവരെയൊക്കെ അടുപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ അവരെയൊക്കെ കൊണ്ടുവരുന്നതിൽ കാര്യമായ പങ്ക് വഹിച്ച ആളാണ് KT ജലീൽ. അതുകൊണ്ട് KT ജലീലിനെ ഒറ്റയടിക്ക് പിണറായി വിജയൻ തള്ളിക്കളയാൻ സാധ്യതയില്ല. ഷംസീർ ആണെങ്കിൽ കുറച്ചു കാലമായിട്ട്
വളരെ ധിക്കാരത്തോടു കൂടിയാണ് പെരുമാറുന്നത് എന്ന് പൊതുവെ ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്. പ്രതിപക്ഷവും അത് ഉന്നയിക്കാറുണ്ട്. ഭരണകക്ഷിയിലെ ആളുകൾ ഇപ്പൊ പരസ്യമായിട്ട് ഉന്നയിച്ചിരിക്കുകയാണ്. CPM-ന്റെ രാഷ്ട്രീയത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ ആളായിട്ടാണ് AN ഷംസീർ അധികാരത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനോട് വലിയൊരു മമത AN ഷംസീറിന് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ പിണറായി വിജയന്റെ അനുവാദത്തോടു കൂടിയായിരിക്കാം AN ഷംസീറിനെതിരെ പരസ്യമായ വെല്ലുവിളി ഉയർത്താൻ KT ജലീൽ തയ്യാറായത്. അതല്ലെങ്കിൽ KT ജലീൽ എന്തിനുള്ള പോക്കാണ് എന്തിനുള്ള പുറപ്പാടാണ് KT ജലീൽ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നേരത്തെ ഒരു അൻവർ CPM-നകത്തിരുന്ന ഒരു മുസ്ലിം നേതാവായിരുന്നു. അദ്ദേഹം CPM നിന്ന് പുറത്തു പോയിരിക്കുകയാണ്. UDF-നെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ട, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ സ്വാധീനം നേടിക്കൊണ്ട് നിലമ്പൂരിൽ നിന്ന് ജയിച്ച ആളാണ് അൻവർ. ആ അൻവർ പാർട്ടിയുമായിട്ട് തെറ്റി അദ്ദേഹം പുറത്തു പോയിരിക്കുകയാണ്. ആ സമയത്ത് അൻവറായിട്ട് വളരെ നല്ല ബന്ധം ഉണ്ടായിരുന്ന ആളാണ്. അൻവറെ പൂർണ്ണമായിട്ട് തള്ളിപ്പറയാതെ എന്നാൽ പൂർണ്ണമായിട്ട് അനുകൂലിക്കാത്തൊരു നിലപാടാണ് KT ജലീൽ എടുത്തിരുന്നത്. പലപ്പോഴും ഇപ്പോൾ മദ്രസ വിദ്യാഭ്യാസത്തെ തന്നെ അദ്ദേഹം തള്ളിപ്പറയാണ്. കാരണം മദ്രസകളിലൂടെയാണ് തീവ്രവാദികളൊക്കെ പുറത്തു വരുന്നത്. മറ്റ് മതവിഭാഗങ്ങളിലേക്കാൾ കൂടുതൽ തീവ്രവാദികൾ മുസ്ലിങ്ങളിലാണ്. ഇപ്പൊ കള്ളപ്പണ കേസിലാണെങ്കിലും കഞ്ചാവ് കേസിലാണെങ്കിലും മയക്കുമരുന്ന് കേസിലാണെങ്കിലും ഒക്കെ തന്നെ മുസ്ലിങ്ങളാണുള്ളത്. ഇവരൊക്കെ മദ്രസയിലൂടെ വരുന്ന ആളുകളാണ്. അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസത്തിൽ മാറ്റം വരുത്തണം എന്ന് വരെ ആവശ്യപ്പെട്ട ആളാണ് KT ജലീൽ. അപ്പം KT ജലീൽ എന്തിനുള്ള പുറപ്പാടാണ്? ഒന്നുകിൽ KT ജലീൽ പിണറായി വിജയനുമായി ആലോചിച്ച് AN ഷംസീറിന് ഒരു പണി കൊടുത്തതായിരിക്കാം. അതല്ലെങ്കിൽ തന്നോടുള്ള വ്യക്തിപരമായ ആക്രമണത്തെ, അല്ലെങ്കിൽ തന്നെ ബഹുമാനിക്കാതെ, അല്ലെങ്കിൽ തന്നെ പരസ്യമായിട്ട് അധിക്ഷേപിച്ച സ്പീക്കർക്ക് ഒരു പണി കൊടുക്കാൻ എന്ത് തന്നെ ആയാലും എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും, അപ്പൊ എനിക്ക് പാർട്ടിയൊന്നും പ്രശ്നമല്ല, ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിടാൻ പോവുകയാണ്, ഉള്ള സമയത്ത് വളരെ മാന്യനായിട്ട് നിഷ്പക്ഷനായിട്ട് എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരാളായി മാറാനുള്ള ഒരു ശ്രമമാണോ KT ജലീൽ നടത്തുന്നത്? ഈ ഒരു സംശയമാണോ? KT ജലീലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഷംസീറിനെതിരെ പരസ്യമായ നിലപാടെടുത്തത് ഒന്നുകിൽ പിണറായി വിജയന്റെ താല്പര്യത്തിന് വേണ്ടിയായിരിക്കാം. അതല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ടേം കൂടി കഴിഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിക്കുമായിരിക്കാം. അപ്പം മുസ്ലിം മൗലികവാദികൾക്കൊന്നും കീഴടങ്ങുന്നില്ല, അവരുടെ ആളാവുന്നില്ല, CPM-ന്റെ ആളാവുന്നില്ല. അതിനപ്പുറം താൻ ഒരു ശരിയുടെ ആളാണ്, തൻ്റെ ഒരു വ്യക്തിപരമായ ഇമേജ് നിലനിർത്തിക്കൊണ്ട് അധികാര രാഷ്ട്രീയത്തിന് വിട്ടൊഴിയുക എന്നുള്ളൊരു നിലപാടാണോ KT ജലീൽ സ്വീകരിക്കുന്നത് എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്.